ബൈബിൾ ശരിക്കും എന്താണ്? ബൈബിളിന്റെ ഉത്തരം: ബൈബിൾ 66 വിശുദ്ധ പുസ്തകങ്ങൾ ചേർന്നതാണ്. 1600-ലധികം വർഷം കൊണ്ടാണ് ഇത് എഴുതിയത്. ബൈബിളിൽ ദൈവത്തിന്റെ സന്ദേശങ്ങളാണുള്ളത്. അത് ശരിക്കും ദൈവവചനം തന്നെയാണ്. 1 തെസ്സലോനിക്കർ 2:13. ബൈബിളിനെക്കുറിച്ചുള്ള വസ്തുതകൾ. ബൈബിൾ എഴുതിയത് ആരാണ്? ബൈബിളിന്റെ ഗ്രന്ഥകാരൻ ദൈവമാണ്. അത് എഴുതാൻ ദൈവം ഏകദേശം 40 പേരെ ഉപയോഗിച്ചു. മോശ, ദാവീദ്, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നിവരാണ് അവരിൽ ചിലർ. ദൈവം തന്റെ ആശയങ്ങൾ എഴുത്തുകാരുടെ മനസ്സിലേക്ക് പകർന്നുകൊടുത്തു. അങ്ങനെയാണ് അവർ അത് എഴുതിയത്. 2 തിമത്തിയോസ് 3:16. ഇത് മനസ്സിലാക്കാൻ നമുക്കൊരു ദൃഷ്ടാന്തം നോക്കാം. ഒരു കമ്പനിയുടെ മാനേജർ കത്ത് തയ്യാറാക്കാൻ സെക്രട്ടറിയെ ഏൽപ്പിക്കുന്നെന്ന് വിചാരിക്കുക. അദ്ദേഹം പ്രധാന ആശയങ്ങൾ പറഞ്ഞുകൊടുക്കുന്നു. സെക്രട്ടറി കത്ത് തയ്യാറാക്കുന്നു. എഴുതുന്നത് സെക്രട്ടറിയാണെങ്കിലും കത്ത് മാനേജറുടേതാണ്. അതുപോലെ ബൈബിൾ എഴുതാൻ ദൈവം മനുഷ്യരെയാണ് ഉപയോഗിച്ചത്. എന്നാൽ അതിലെ ആശയങ്ങൾ ദൈവത്തിൻ്റേതായതുകൊണ്ട് ദൈവമാണ് അതിൻ്റെ ഗ്രന്ഥകാരൻ. ബൈബിൾ എന്ന വാക്കിൻ്റെ അർത്ഥമെന്താണ്? ബിബ്ലിയ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ബൈബിൾ എന്ന വാക്ക് വന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ചെറുപുസ്തകങ്ങൾ എന്നാണ്. ക്രമേണ ബിബ്ലിയ എന്ന വാക്ക് ബൈബിളിൻ്റെ ഭാഗമായ എല്ലാ ചെറുപുസ്തകങ്ങളെയും കുറിക്കാൻ ഉപയോഗിച്ചു തുടങ്ങി. ബൈബിൾ എഴുതിയത് എന്നാണ്? BC 1513-ലാണ് ബൈബിൾ എഴുതാൻ തുടങ്ങിയത്. ഏതാണ്ട് AD 98 ആയപ്പോഴേക്കും അതിൻ്റെ എഴുത്ത് അവസാനിച്ചു. അതായത് 1600-ലധികം വർഷം കൊണ്ടാണ് ബൈബിളിൻ്റെ എഴുത്ത് പൂർത്തിയായത്. ആദ്യം എഴുതിയ ബൈബിൾ എവിടെ? ആദ്യം എഴുതിയ ബൈബിൾ ഇന്ന് എവിടെയെങ്കിലും ഉള്ളതായി അറിവില്ല. കാരണം ബൈബിൾ എഴുത്തുകാർ അന്ന് ലഭ്യമായിരുന്ന പപ്പൈറസിലും തുകൽ ചുരുളുകളിലുമാണ് അത് എഴുതിയിരുന്നത്. അവ നശിച്ചുപോകുന്ന വസ്തുക്കളാണ് താനും. എങ്കിലും വിദഗ്ധനായ പകർപ്പെഴുത്തുകാർ ബൈബിളിന്റെ കോപ്പികൾ വളരെ ശ്രദ്ധയോടെ എഴുതിയുണ്ടാക്കി. കോപ്പികളിൽ നിന്നും വീണ്ടും കോപ്പികൾ ഉണ്ടാക്കുന്ന ഈ പ്രക്രിയ നൂറ്റാണ്ടുകളോളം തുടർന്നു. അങ്ങനെ ബൈബിളിലെ ആശയങ്ങൾ കാത്തുസൂക്ഷിക്കാൻ കഴിഞ്ഞു. പഴയ നിയമവും പുതിയ നിയമവും എന്താണ്? പ്രധാനമായും എബ്രായ ഭാഷയിൽ എഴുതിയിരിക്കുന്ന ബൈബിൾ ഭാഗമാണ് പഴയ നിയമം. അതിനെ എബ്രായ തിരുവെഴുത്തുകൾ എന്നും വിളിക്കാറുണ്ട്. അതുപോലെ ഗ്രീക്ക് ഭാഷയിൽ എഴുതിയിരിക്കുന്ന ഭാഗമാണ് പുതിയ നിയമം. അതിനെ ഗ്രീക്ക് തിരുവെഴുത്തുകൾ എന്നും വിളിക്കാറുണ്ട്. ഈ 2 ഭാഗങ്ങളും കൂടിച്ചേർന്നതാണ് ബൈബിൾ. ഇത് മൊത്തത്തിൽ വിശുദ്ധ തിരുവെഴുത്തുകൾ എന്ന് അറിയപ്പെടുന്നു. ബൈബിളിൽ എന്താണുള്ളത്? ബൈബിളിൽ ചരിത്രം, നിയമങ്ങൾ, പ്രവചനങ്ങൾ, കവിതകൾ, പഴഞ്ചൊല്ലുകൾ, പാട്ടുകൾ, കത്തുകൾ എന്നിവയെല്ലാമുണ്ട്. ബൈബിൾ പുസ്തകങ്ങളുടെ പേരുകൾ കാണുക എന്ന ഭാഗം നോക്കുക. ബൈബിളിന്റെ ഉള്ളടക്കം. സർവശക്തനായ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിനെക്കുറിച്ചുള്ള ഒരു ചെറു വിവരണത്തോടെയാണ് ബൈബിൾ തുടങ്ങുന്നത്. ബൈബിളിലൂടെ ദൈവം തന്റെ പേര് യഹോവ എന്നാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വയം പരിചയപ്പെടുത്തുന്നു. അങ്ങനെ തന്നെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ആളുകളെ ക്ഷണിക്കുന്നു. സങ്കീർത്തനം 83:18. ദൈവത്തെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളും ആളുകൾക്കുണ്ടെന്ന് ബൈബിൾ പറയുന്നു. എന്നാൽ ദൈവം എങ്ങനെ തന്റെ സത്പേര് വീണ്ടെടുക്കുമെന്നും അത് വിശദീകരിക്കുന്നുണ്ട്. മനുഷ്യരെയും ഭൂമിയെയും കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹം എന്താണെന്ന് ബൈബിൾ പറയുന്നുണ്ട്. ഭാവിയിൽ മനുഷ്യരുടെ കഷ്ടപ്പാടുകളെല്ലാം ദൈവം എങ്ങനെയാണ് തുടച്ചു നീക്കാൻ പോകുന്നതെന്നും അത് വെളിപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിനു വേണ്ട പ്രായോഗികമായ ഉപദേശങ്ങളും ബൈബിൾ തരുന്നുണ്ട്. ചില ഉദാഹരണങ്ങൾ നോക്കാം. നല്ല ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കാൻ. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം അവർക്കും ചെയ്തു കൊടുക്കണം. മത്തായി 7:12. അർത്ഥം: നമ്മളോട് മറ്റുള്ളവർ പെരുമാറാൻ ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ അവരോടും പെരുമാറണം. മാനസിക പിരിമുറുക്കത്തെ തരണം ചെയ്യാൻ. അടുത്ത ദിവസത്തെയോർത്ത് ഒരിക്കലും ഉത്കണ്ഠപ്പെടരുത്. ആ ദിവസത്തിന് അതിൻ്റേതായ ഉത്കണ്ഠകളുണ്ടായിരിക്കുമല്ലോ. മത്തായി 6:34.
ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്നോർത്ത് അമിതമായി വിഷമിക്കുന്നതിനു പകരം അന്നന്നത്തെ കാര്യങ്ങൾ നന്നായി ചെയ്ത് മുന്നോട്ടു പോകുക. ദാമ്പത്യ ജീവിതം ആസ്വദിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. അതേസമയം ഭാര്യ ഭർത്താവിനെ ആഴമായി ബഹുമാനിക്കുകയും വേണം. എഫേസ്യർ 5:33. അർത്ഥം: വിജയകരമായ ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹത്തിനും ബഹുമാനത്തിനും വലിയ സ്ഥാനമുണ്ട്. ബൈബിളിന് മാറ്റം വന്നിട്ടുണ്ടോ? ഇല്ല. ബൈബിൾ പണ്ഡിതർ ആദ്യകാല കൈയെഴുത്തു പ്രതികൾ ഇപ്പോഴത്തെ ബൈബിളുമായി ഒത്തുനോക്കി. അപ്പോൾ ബൈബിളിന്റെ സന്ദേശത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ലെന്ന് അവർ കണ്ടെത്തി. നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കാനും മനസ്സിലാക്കാനും ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ട് ബൈബിളിന്റെ സന്ദേശത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ലെന്ന് ദൈവം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതും അതുതന്നെയല്ലേ? യെശയ്യാ 40:8. പല ബൈബിൾ ഭാഷാന്തരങ്ങൾ ഉള്ളത് എന്തുകൊണ്ടാണ്? ഇന്നത്തെ മിക്ക ആളുകൾക്കും ബൈബിൾ ആദ്യം എഴുതിയ ഭാഷകൾ അറിയില്ല. എന്നാൽ ബൈബിളിലെ സന്തോഷവാർത്ത എല്ലാ ജനതകൾക്കും ഗോത്രങ്ങൾക്കും ഭാഷക്കാർക്കും വേണ്ടിയുള്ളതാണ് എന്ന് വെളിപ്പാട് 14:6 പറയുന്നു. അതുകൊണ്ട് ആളുകൾക്ക് അവരവരുടെ ഭാഷയിൽ വായിച്ച് മനസ്സിലാക്കാൻ പല പല പരിഭാഷകൾ ആവശ്യമായി വന്നു. 3 തരത്തിലുള്ള ബൈബിൾ പരിഭാഷകളുണ്ട്: പദാനുപദ പരിഭാഷ, ആശയങ്ങളുടെ പരിഭാഷ, പരാവർത്തന പരിഭാഷ. ഒരു നല്ല ബൈബിൾ പരിഭാഷ സാധ്യമാകുന്നിടത്തോളം പദാനുപദ പരിഭാഷയായിരിക്കും. അതേസമയം അത് സാധാരണക്കാർക്ക് മനസ്സിലാക്കുന്നതും കൃത്യതയുള്ളതുമായിരിക്കും. ബൈബിളിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണമെന്ന് തീരുമാനിച്ചത് ആരാണ്? ബൈബിളിന്റെ ഗ്രന്ഥകാരൻ ദൈവമായതുകൊണ്ട് അതിൽ എന്താണ് ഉൾപ്പെടുത്തേണ്ടത് എന്ന് തീരുമാനിച്ചത് ദൈവം തന്നെയാണ്. ദൈവം ആദ്യം തന്റെ വിശുദ്ധമായ അരുളപ്പാടുകൾ ഏൽപ്പിച്ചത് പഴയകാല ഇസ്രയേൽ ജനത്തെയായിരുന്നു. അവരായിരുന്നു എബ്രായ തിരുവെഴുത്തുകളുടെ സൂക്ഷിപ്പുകാർ. റോമർ 3:2. ഏതെങ്കിലും പുസ്തകങ്ങൾ ബൈബിളിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ടോ? ഇല്ല. ബൈബിൾ പൂർണ്ണമാണ്. ഒരു പുസ്തകവും ഉൾപ്പെടുത്താൻ വിട്ടുപോയിട്ടില്ല. ചിലർ അവകാശപ്പെടുന്നത് വളരെക്കാലം മൂടിവെക്കപ്പെട്ടിരുന്ന ചില പുസ്തകങ്ങൾ ബൈബിളിന്റെ ഭാഗമാണെന്നാണ്. എന്നാൽ ഒരു പുസ്തകം ബൈബിളിന്റെ ഭാഗമാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള അടിസ്ഥാനം ബൈബിൾ തന്നെ തരുന്നുണ്ട്. ഈ മാതൃക അനുസരിച്ച് ദൈവത്തിൽ നിന്നുള്ള ഒരു പുസ്തകം അങ്ങനെയുള്ള മറ്റു പുസ്തകങ്ങളുമായി പൂർണ്ണമായും യോജിപ്പിലായിരിക്കണം. അതേസമയം ബൈബിളിന്റെ ഭാഗമാണെന്ന് ചിലർ കരുതുന്ന എല്ലാ പുസ്തകങ്ങളെക്കുറിച്ചും ഇങ്ങനെ പറയാൻ കഴിയില്ല.